ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ. കുഴപ്പമില്ല, വലിയ സുഖമൊന്നുമില്ല. ഡെലിവറിയുടെ ശേഷമുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ സ്റ്റിൽ നമ്മുടെ വ്യൂവേഴ്സിന് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഞാൻ ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ എൻ്റെ മോന്ത എന്താണ് ഇങ്ങനെ പ്ലിങ് ആയിട്ട് ഇരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഒരു പ്രസവം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല, എന്നാലും എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ സെക്കൻഡ് ഡെലിവറി. ആ ടൈമിൽ എങ്ങനെയോ ഞാൻ ഫസ്റ്റ് ഡെലിവറി ചെയ്തു പോയി. പിന്നെ എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് സെക്കൻഡ് ഡെലിവറി എനിക്ക് എന്തോ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൊണ്ണുബാബിയും അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് സെറ്റായിട്ട് ഇരിക്കായിരുന്നു. അവനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ അവനും ഓർത്തിട്ടായിരുന്നു കേട്ടോ. അയ്യോ അവൻ എന്തായിരിക്കും, അവൻ്റെ അവസ്ഥ എന്തായിരിക്കും, മീൻസ് അവൻ അവിടെ ഹോസ്പിറ്റലിൽ മേടിക്ക് നിൽക്കാൻ പറ്റുമോ, പിന്നെ ബേബി വന്നിട്ടുണ്ടെങ്കിൽ അവൻ ബേബീനെ എങ്ങനെയായിരിക്കും, മീൻസ് അവന് വിഷമാവോ, അവനെ മേടിക്കാൻ നോക്കില്ല എന്ന് അങ്ങനെ എന്തെങ്കിലും തോന്നുമോ, ഊളിയിടോ, കരയോ, ഇതൊക്കെയായിരുന്നു മെയിൻ കൺസേൺ പൊണ്ണുവിനെ കുറിച്ചിട്ടായിരുന്നു കേട്ടോ. വേറെ കാര്യങ്ങൾക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. പിന്നെ ഏട്ടനാണെങ്കിൽ നാട്ടിൽ വന്നുകൊണ്ടും ആ വക ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ പൊണ്ണുബാബിനെ കുറിച്ചിട്ടായിരുന്നു കേട്ടോ. ഇപ്പം ഏട്ടൻ വന്നതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. നിങ്ങൾ ആ വീഡിയോൻ്റെ ബാക്കിൽ എന്തൊരു സ്പൈഡർ പോണ കണ്ടില്ല, ഞാനും ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആവും. പിന്നെ ഏട്ടൻ വന്നുകൊണ്ട് ഭയങ്കര ഒരു റിലാക്സേഷൻ ആയിരുന്നു. പൊണ്ണുബാബിയും ഏട്ടനും തമ്മിൽ ഭയങ്കര സിങ്കാണ്. ഞാൻ ഇപ്പോൾ പൊണ്ണുബാബിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അവൻ എപ്പോഴെങ്കിലും ഓടി വരും കേട്ടോ. അതേ ഇപ്പോൾ കുറേ നേരമായിട്ട് അവൻ പുറത്ത് പോയ സമയത്ത് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. കറക്റ്റ് സമയത്തിൽ വന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഞാൻ ഫയലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. പിന്നെ പൊണ്ണുബാബി ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ എന്നെ ഒന്നും വേണ്ട, അച്ഛൻ എന്ന് പറഞ്ഞ ജീവനാട്ടോ. അപ്പം അച്ചാച്ചനും അമ്മാമി ഇല്ലെങ്കിലും കുഴപ്പമില്ല, അച്ഛൻ മതി. അച്ഛനാണ് അവൻ്റെ സൂപ്പർ ഹീറോ കേട്ടോ. അച്ഛനാണെങ്കിൽ എടുത്ത് പൊക്കും, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും, കൊഞ്ചിക്കും. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ എൻ്റെ മുഖം ഇപ്പോഴും വലിയ തെളിച്ചൊന്നും ഇല്ല, കാരണം ഞാനൊരു കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇരിക്കണേ. ഡോക്ടർ പറഞ്ഞു വേറൊരു രീതിയിലാണ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, കരച്ചിലായി, പിഴിച്ചിലായി, പിന്നെ ഒരു മോങ്ങലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരിക്കുന്ന ഒരു പരിപാടി കേട്ടോ. എന്നാലും ഞാൻ ഒട്ടും എന്താ പറയുക, വീഡിയോ എടുക്കമ്മ എന്ന് പറയണേൽ എനിക്ക് ഒരു ഇതില്ല. അപ്പോൾ അമ്മ ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കണ സമയത്ത് ഇവൾ എന്ത് തേങ്ങ ചെയ്യണമെന്ന് വെച്ചിട്ട് ഇപ്പോൾ റൂമിലേക്ക് വന്ന് അതിനൊരു എക്സ്പ്രഷൻ ഇട്ടേക്കാട്ടോ. പിന്നെ ഞാൻ കാട്ടിക്കൊടുത്തത് വ്ളോഗ് ചെയ്യാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് നടക്കാനൊക്കെ എനിക്ക് പറ്റുന്നില്ല, എന്നാലും സ്റ്റിൽ നമ്മൾക്ക് നടന്നേ പറ്റും, വേറെ ആരും അടുത്ത് പോക്കൊന്നുമില്ലല്ലോ. പിന്നെ പൊണ്ണുബാബി ആണെങ്കിൽ ബെഡിൽ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി കിടക്കാൻ വെച്ചിട്ടായിരുന്നു റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അച്ഛനമ്മയും പൊണ്ണുബാബിയും കൂടിയിട്ട് നൈറ്റ് ആയപ്പോഴേക്കും വീട്ടിലേക്ക് പോയിട്ട്, കാരണം അവൻ അത്രയ്ക്ക് അലമ്പായിരുന്നു. അവനാണെങ്കിൽ ബെഡ് കിട്ടിയപ്പോൾ തുള്ളലായി, ചാട്ടലായി, കാര്യങ്ങളായി. അവൻ എന്തിനാണ് അവിടേക്ക് വന്നതെന്നോ കാര്യങ്ങളൊന്നും അറിയില്ല. അവനൊരു ബിഗ് ബ്രദർ ആവാൻ പോവാന്നുള്ള യാതൊരുവിധ ഐഡിയാസും കൂടി ഇല്ലാണ്ട് കേട്ടോ പൊണ്ണുബാബിയുടെ തുള്ളലും ചാട്ടലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു, ഏട്ടൻ എന്തായാലും വേണമെന്ന്. കാരണം ഇനിയിപ്പോൾ മൂന്നാമത് എന്തായാലും ഞാൻ ഇനി പ്രസവിക്കാൻ പോവില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനോട് ഞാൻ മുന്നേ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഡെലിവറി പോലെ ആവണ്ട വിചാരിച്ചിട്ട് കേട്ടോ. കാരണം എനിക്ക് നേരത്തെ ആയിരുന്നു, ഏട്ടൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് അവസാനം നേരത്തെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഈ പ്രാവശ്യം വാക്കുട്ടീനെ ഏട്ടന് കയ്യിൽ കിട്ടി. ഏട്ടൻ സോ ഹാപ്പി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ആർക്കായാലും ഭയങ്കര ഹാപ്പി ആവുമല്ലോ. പിന്നെ ഏട്ടനോട് ഞാൻ ചോദിച്ചു, ഏട്ടൻ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ഞാൻ ലേബർ റൂമിൽ എടുക്കുന്ന സമയത്ത്. ഏട്ടൻ വാസ് ലൈക്ക്, ഞാൻ കൂളായിട്ടായിരിക്കണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, നിൻ്റെ വയറൊന്നും ഒഴിയുമല്ലോ, അതുമാത്രമായിരുന്നു എനിക്ക് ഒരു സന്തോഷം. മീൻസ് നിനക്ക് മെരിക്ക് ഇനി നടക്കലും എണീക്കലും അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ, അല്ലാണ്ട് ആ വക സ്ട്രെസ്സൊന്നുമില്ല. ഓരോരുത്തരും ഓരോന്നല്ലേ, ചിലവർക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടാവും. ഞാൻ വീഡിയോസിലൊക്കെ ഇങ്ങനെ റീൽസൊക്കെ കാണാറുണ്ടായിരുന്നത്, അയ്യോ ഹസ്ബൻഡുകൾ ഇങ്ങനെ കരയണ് സ്ട്രെസ് അടിച്ചിട്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് ചോദിച്ചത്, എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലടി എന്നൊക്കെ. അപ്പോൾ ഓക്കെ, ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ അല്ലേ. അപ്പോൾ ഏട്ടൻ്റെ അച്ഛനും അമ്മയും നല്ല ചുള്ളനും ചുള്ളത്തിയായിട്ട് നല്ല മാച്ചിങ് ഒക്കെ ആയിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നേ. നല്ല ഗ്രേപ്പ് കളറൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊണ്ണുബാബി ആണെങ്കിൽ അച്ചാച്ചനും അമ്മാമ്മയും വന്നപ്പോഴും അവരായിട്ട് ഭയങ്കര കമ്പനിയൊക്കെ ആയിരുന്നു. പിന്നെ അവർ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാസ് എന്ന് പറഞ്ഞാൽ പൊണ്ണുബാബിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാറ് പ്രാന്തനാണ് കേട്ടോ. അപ്പോൾ ഏട്ടനാണെങ്കിൽ അതൊക്കെ അൺബോക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാനാണെങ്കിൽ വയ്യാണ്ട് കിടന്നെങ്കിലും ഞാൻ അൺബോക്സ് ചെയ്യാൻ വേണ്ടി അവൻ്റെ കാർ എത്തി നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പയ്യെ പോകണ്ടായിരുന്നു കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് തീരെ വയ്യായിരുന്നു. പിന്നെ ഞാൻ ഫേക്ക് ചെയ്തിട്ട് ഐ വാസ് ഓക്കെ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ നടക്കണ്ടായിരുന്നേ. എനിക്കാണെങ്കിൽ സ്റ്റിച്ച് ഇതായിട്ടും ഇവരൊക്കെ നടക്കാനും കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഇടയിൽ ഇവർ പിന്നെ ഏട്ടൻ്റെ അമ്മയും ഏട്ടനും കൂടിയിട്ടായിരുന്നു ഞങ്ങളുടെ കൂടെ റൂമിലുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും പൊണ്ണുബാബിയും പിന്നെ എൻ്റെ അച്ഛനും നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് രാത്രി. ഇപ്പോൾ വാവൻ എടുക്കാനാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും ഏട്ടൻ്റെ അമ്മയും ഏട്ടനും കൂടിയിട്ടായിരുന്നു ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ.
ഇല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ ചിലപ്പോൾ മിണ്ടില്ല എനിക്ക് ഇതായാലും, പക്ഷെ അവരെല്ലാം നോക്കി കണ്ട് അതൊന്നും ഞാൻ മറക്കില്ല കേട്ടോ. കാരണം നമുക്ക് ആ സമയത്ത് ഭയങ്കര വയ്യാണ്ടും ഇതായിട്ടും നേരിക്ക് നടക്കാൻ കൂടി പറ്റില്ല, ഉറങ്ങിപ്പോവായിരുന്നു കേട്ടോ ഞാൻ ആ 2 ദിവസമൊക്കെ. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോഴും ഞാൻ റിക്കവറി സ്റ്റേജിൽ കൂടെയാണ് പോയോണ്ടിരിക്കണത്. എന്നാലും സ്റ്റിൽ എനിക്ക് പറ്റണ പോലെ തന്നെ ഞാൻ നടന്നിട്ടൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ നീമിയും സ്റ്റേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കാണെങ്കിൽ ബേബിനെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. പിന്നെ അതുമാത്രമല്ല, പിന്നെ നമ്മുടെ റിലേറ്റീവ്സ് കുഞ്ഞുമാമ വന്നിട്ടുണ്ടായിരുന്നു, ബിനീഷേട്ടനും എളേമിയും കിണിച്ചേച്ചി അവരെല്ലാവരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ അവരുടെ വീഡിയോസൊക്കെ എടുക്കാൻ മറന്നുപോയി. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും കേട്ടോ അവരൊക്കെ ഇതാക്കണ്ടായിരുന്നു. അപ്പോൾ ഇതേ നീമിയും അവരൊക്കെ വന്നിട്ട് അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ എന്താ പറയുക, അതേ ഞാൻ ഹലോ ഗായ്സ്. അപ്പോൾ ഞാനാണെങ്കിൽ കുറേ നാളായിട്ട് ലോങ് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ വീഡിയോൻ്റെ ഇപ്പോൾ ഇത് ജോയിൻ ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഡെലിവറി സ്റ്റോറിയൊക്കെ ഞാനൊരു ഒരു സ്റ്റോറി എന്നിട്ട് പറയാനുണ്ടാവും, ഞാൻ വേറൊരു വീഡിയോയിലിടാം. അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഏത് ബേബിയാന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ എന്നെക്കാട്ടും കൂടുതൽ സന്തോഷമായിട്ട് തുള്ളിച്ചാണ്ടായിരുന്നത് അവരായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, കുറേ നമ്മളുടെ ഫോളോവേഴ്സും അവരൊക്കെ ഇങ്ങനെ ഇൻബോക്സിൽ മെസ്സേജ്, അപ്പോൾ കുറേ പേര് ഇതാക്കിയോണ്ട് എനിക്ക് എല്ലാവർക്കും ഇങ്ങനെ മെസ്സേജ് അയക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് എന്താ പറയുക, ഭയങ്കര ടയേർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കാനുള്ള ടൈമോ കാര്യങ്ങളോ. പിന്നെ എല്ലാവർക്കും ഇങ്ങനെ മെസ്സേജിന് റിപ്ലൈ അയക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ ഭയങ്കര അഹങ്കാരമൊന്നുമല്ല, ഞാൻ അങ്ങനെ വാട്സപ്പിലാണെങ്കിലും ഞാൻ എന്തെങ്കിലും ആവശ്യമുള്ള എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ളതിൽ മാത്രമാണ്, അതെനിക്ക് തോന്നിയാൽ മാത്രമാണ്. അല്ലെങ്കിൽ അച്ഛനമ്മ ലൈക്ക് ഏട്ടന് അവർക്കല്ലാണ്ട്, പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവർക്കല്ലാണ്ട് വേറെ ആർക്കും ഞാൻ അങ്ങനെ മെസ്സേജൊന്നും അങ്ങനെ ഇടാറില്ല. കാരണം എനിക്കെന്തോ മെസ്സേജ് ഇടാൻ പറഞ്ഞ എന്തോ പോലെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വേറെ എന്താ പറയുക, അങ്ങനെ അപ്പം അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ജേർണി ആയിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനാണെങ്കിൽ പ്രഗ്നൻസിയിൽ ത്രൂ ഔട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് ബോയ് ബേബിയാണ്. ഞാനാണെങ്കിൽ നമ്മുടെ പൊണ്ണുബാബിയുടെ ഇത് നോക്കിയപ്പോഴും സ്കാൻ റിപ്പോർട്ടും കാര്യങ്ങളും, പിന്നെ എനിക്ക് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ എപ്പോഴും ബോയ് ബേബി ആയിരിക്കും, ബോയ് ബേബി ഗേൾ ബേബിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് എൻ്റെ മൈൻഡിൽ എപ്പോഴും ബോയ് ബേബി ആയിരുന്നു എന്നുള്ളതായിരുന്നു. പിന്നെ ഞാൻ പ്ലാസൻ്റയുടെ പൊസിഷനും കാര്യങ്ങളും, അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങോട്ടും പറയണ്ടായിരുന്നു, കുറച്ച് പേര്, എടി ഇങ്ങനെ പ്ലാസൻ്റയുടെ പൊസിഷൻ നീ നോക്ക്. അപ്പോൾ നോക്കിയപ്പോൾ പോസ്റ്റീരിയർ ആയിരുന്നു. അപ്പോൾ പോസ്റ്റീരിയർ ആണെങ്കിൽ ബോയ് ബേബിയാണ്, പിന്നെ ആൻറ്റീരിയർ ആണെങ്കിൽ ഗേൾ ബേബിയാണ്. അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ നമുക്കപ്പോൾ ഓൾറെഡി എൻ്റെ മൈൻഡിലേക്ക് ബോയ് ബേബിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി പറഞ്ഞപ്പോൾ നമുക്ക് കൺഫേം ആമല്ലോ. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പം അങ്ങനെയായിട്ടായിരുന്നു നമ്മൾ ഇരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്നാണ് എന്താ പറയുക, ഡെലിവറിക്ക് നമ്മൾ ലേബർ റൂമിലേക്ക് പോകണം. മീൻസ് ഓൾറെഡി ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ്. അപ്പം നമുക്ക് അതൊക്കെ ഞാൻ വേറൊരു സ്റ്റോറി ആയിട്ട് തന്നെ ഞാൻ ഡെലിവറി സ്റ്റോറി ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് വൈകിക്കണ്ടെന്ന് വിചാരിച്ചു. ഏത് ബേബിയാണെന്ന് കുറേ പേരായി ചോദിക്കുന്നത്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഞാൻ മെസ്സേജിന് റിപ്ലൈ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പറയാൻ തോന്നിട്ടോ. അപ്പോൾ ഞാനും ബോയ് ബേബിയാന്ന് വെച്ചിട്ട് ഇരിക്കണ്ടായിരുന്നേ. പെട്ടെന്നാണ് അറിഞ്ഞത് ഗേൾ ബേബിയാന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ. അപ്പോൾ നമുക്ക് ബേബി ഗേളാട്ടോ, പൊണ്ണുബാബി ഒരു ബിഗ് ബ്രദറായിക്കണേ, ബേബി ഗേളാട്ടോ ഉണ്ടായിക്കണേ. ഒരുപാട് സന്തോഷമായി പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായിട്ടോ. ലൈക്ക് ത്രൂ ഔട്ട് പ്രഗ്നൻസി ജേർണി ഭയങ്കര ടഫായിട്ടുള്ളതായിരുന്നു. അപ്പോൾ ബട്ട് ഇവളെ കിട്ടി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, എല്ലാം മറന്ന് സന്തോഷിക്കുന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഹാപ്പി ആയിരുന്നു. പിന്നെ ഇവരാണെങ്കിലും ബേബി ബോയ് ആണെന്ന് ചോദിച്ചിട്ട്, അഞ്ജലിയുടെ ബേബി ഓഫ് അഞ്ജലി ബോയ് ആണെന്നിങ്ങനെ നേഴ്സ് പറയുന്നത് ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു കേട്ടോ അമ്മ അവരൊക്കെ. പിന്നെ അമ്മ ഡ്രീം കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നേ ഇതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല, എനിക്ക് ബേബി ഗേൾ ഉണ്ടാവണേ നമുക്ക് അമ്മ ഡ്രീം കണ്ടിട്ടുണ്ടായിരുന്നു. പേരടക്കം അമ്മ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മീൻസ് ഡ്രീമിൽ. ഓക്കെ. അപ്പം എന്താ പറയാൻ വന്നേ, അപ്പോൾ ഇവരാണെങ്കിൽ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോഴാണ് പറയണേ അഞ്ജലിക്ക് ബേബി ഗേളാന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമല്ല, എല്ലാവരും ഇങ്ങനെ പകച്ചു പോയൊരു നിമിഷമായിരുന്നു കേട്ടോ അതറിഞ്ഞപ്പോൾ. ഞാനവരോട് ചോദിച്ചപ്പോൾ ഇവള് ബോയ് പറഞ്ഞ മറ്റേ ഫസ്റ്റ് ബേബിയുടെ ഞാൻ പറയുന്നത് പക്ക കറക്റ്റ് ആയിരുന്നു. സെക്കൻഡ് അതന്നെയാണെന്ന് വെച്ചിട്ട് ബോയാണ്, അഞ്ജലിക്ക് ബോയാന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഇവർ ഗേളാന്നാണ്. അപ്പോൾ ഇവർക്ക് സന്തോഷം ഉണ്ടെങ്കിൽ ഇവരെല്ലാവരും ഇങ്ങനെ കേട്ടോ പറഞ്ഞു. പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവളിപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇനി എന്താ പറയുക, ഞാൻ വ്ളോഗ് കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഹോസ്പിറ്റലിലേക്ക് പോണതും കാര്യങ്ങളൊക്കെ
എനിക്ക് തോന്നുന്നു ഞാൻ മുന്നേ ചിലപ്പോൾ അത് പോസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഇത് ജോയിൻ ചെയ്യായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഇനി ബാക്കിയുള്ള വിശേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറയാം. ഇപ്പോൾ അധികം പറഞ്ഞ് വെറുപ്പിക്കണില്ല, എനിക്കും ടയേർഡാണ്, നിങ്ങൾക്കും കേൾക്കണവർക്കും ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ ഞാൻ ഭയങ്കര എനർജി ഒക്കെ സെറ്റാക്കിയിട്ട് ഞാൻ മറ്റേ വീഡിയോസൊക്കെ ഡെലിവറി സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ.